വിദേശ തൊഴിലാളികൾക്ക് വലിയ ആശ്വാസം നൽകിക്കൊണ്ട് 33,000 പേർക്ക് സ്ഥിര താമസത്തിന് അവസരം നൽകുന്ന പുതിയ പദ്ധതി പ്രഖ്യാപിച്ചു കാനഡ ഇമിഗ്രേഷൻ വകുപ്പ് മാർച്ച് 10-നാണ് ഈ സുപ്രധാന പ്രഖ്യാപനം നടത്തിയത്. ആഗോളതലത്തിലുള്ള അനിശ്ചിതത്വങ്ങൾക്കിടയിൽ കാനഡയിലുള്ള താൽക്കാലിക താമസക്കാരുടെ ആശങ്കകൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വൺ ടൈം പദ്ധതി നടപ്പിലാക്കുന്നത്. CIC ന്യൂസ് റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ നവംബറിലെ ഫെഡറൽ ബജറ്റിൽ വിഭാവനം ചെയ്ത പദ്ധതിയാണിത്. കാനഡയുടെ ഇമിഗ്രേഷൻ മന്ത്രി ലെന മെഡ്ലക് ഡയപ്പ് പദ്ധതിയുടെ ഔദ്യോഗിക തുടക്കം സ്ഥിരീകരിച്ചു. അപേക്ഷാ നടപടികളെക്കുറിച്ചും യോഗ്യതയെക്കുറിച്ചുമുള്ള കൂടുതൽ വിവരങ്ങൾ 2026 ഏപ്രിലിൽ പുറത്തുവിടുമെന്ന് മന്ത്രി അറിയിച്ചു. കാനഡയിൽ ഇമിഗ്രേഷൻ നിയമങ്ങളിൽ വലിയ മാറ്റമുണ്ട്. നൈപുണ്യമുള്ള തൊഴിലാളികൾക്കും സൈനിക വിദഗ്ധർക്കും മുൻഗണന. രാജ്യത്തെ തൊഴിൽ മേഖല സുരക്ഷിതമാക്കുന്നതിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിൽ പ്രത്യേക നൈപുണ്യം ആവശ്യമുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും ഗ്രാമീണ മേഖലകളിൽ താമസിക്കുന്നവർക്കും മുൻഗണന ലഭിക്കുമെന്നാണ് സൂചന. നിലവിൽ വർക്ക് പെർമിറ്റിലും സ്റ്റഡി പെർമിറ്റിലും കാനഡയിൽ കഴിയുന്നവർക്ക് തങ്ങളുടെ പദവി സ്ഥിരമാക്കാൻ ഈ പുതിയ പാത വലിയ സഹായകമാകും. കാലാവധി കഴിയാറായ പെർമിറ്റുകൾ ഉള്ളവർക്ക് ഇതൊരു സുവർണ അവസരമാണ്. ഞങ്ങൾ ഇപ്പോൾ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. വരും ആഴ്ചകളിൽ അപേക്ഷാ പ്രക്രിയകളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ സർക്കാർ പുറത്തുവിടുമെന്നും മന്ത്രി പറഞ്ഞു. ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ഭാഷാ പരീക്ഷാ ഫലങ്ങളും വിദ്യാഭ്യാസ രേഖകളും മുൻകൂട്ടി തയ്യാറാക്കി വെക്കണമെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നു. 2024 ജനുവരി മുതൽ താൽക്കാലിക താമസക്കാരുടെ എണ്ണം കുറയ്ക്കുന്നതിനുള്ള കർശന നടപടികൾ കാനഡ സ്വീകരിച്ചു വരികയാണ്. 2027 അവസാനത്തോടെ താൽക്കാലിക താമസക്കാരുടെ എണ്ണം രാജ്യത്തെ ജനസംഖ്യയുടെ 5% താഴെയാക്കുക എന്നതാണ് കാനഡയുടെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി സ്റ്റഡി പെർമിറ്റുകൾക്കും വർക്ക് പെർമിറ്റുകൾക്കും വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. 2025 സ്റ്റാറ്റിസ്റ്റിക്സ് കാനഡ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം വിദേശ തൊഴിലാളികളുടെ പ്രവേശനത്തിൽ 47%, അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിൽ 60% കുറവുണ്ടായിട്ടുണ്ട്. ജനസംഖ്യാ വളർച്ചയിൽ രേഖപ്പെടുത്തിയ ഈ കുറവ് രാജ്യത്തിന്റെ പുതിയ ഇമിഗ്രേഷൻ നയത്തിന്റെ ഫലമാണെന്ന് വിലയിരുത്തപ്പെടുന്നു. നൈപുണ്യമുള്ള തൊഴിലാളികളെ നിലനിർത്തുന്നതിനൊപ്പം താൽക്കാലിക താമസക്കാരുടെ എണ്ണം നിയന്ത്രിക്കുക എന്ന സന്തുലിതമായ നിലപാടാണ് ഇമിഗ്രേഷൻ വകുപ്പ് സ്വീകരിക്കുന്നത്. 10,000-കണക്കിന് വിദേശ തൊഴിലാളികൾക്ക് ഈ വൺ ടൈം മെഷർ സ്ഥിരതാമസത്തിനുള്ള സുരക്ഷിതമായ വഴി തുറന്നു നൽകുമെന്ന ഉറപ്പാണ്. അതേസമയം കാനഡയും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാൻ സുപ്രധാന ശ്രമങ്ങളുമായി കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ കാലഘട്ടത്തിൽ വഷളായ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനായി സാമ്പത്തിക സഹകരണത്തിനും വ്യാപാരത്തിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ള നയമാണ് കാർണി സ്വീകരിച്ചിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര നയങ്ങൾ സൃഷ്ടിച്ച വെല്ലുവിളികളും ഇരു രാജ്യങ്ങളെയും കൂടുതൽ അടുപ്പിക്കാൻ കാരണമായിട്ടുണ്ട്. ഖലിസ്ഥാൻ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ ഉന്നയിച്ചിരുന്ന ഗുരുതരമായ ആരോപണങ്ങളിൽ നിന്ന് കാനഡ പിന്നോട്ടു പോയതും ഇന്ത്യാവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ കർശന നിലപാട് സ്വീകരിക്കുന്നതും കാർണിയുടെ ശ്രമങ്ങളുടെ ഭാഗമാണ്. പ്രധാനമന്ത്രി മോദിയുമായുള്ള തുടർച്ചയായ കൂടിക്കാഴ്ചകളിലൂടെയും ന്യൂക്ലിയർ ഊർജ്ജ മേഖലകളിലെ പുതിയ കരാറുകളിലൂടെയും പഴയ പിണക്കം അവസാനിപ്പിക്കാനാണ് കാർണി ലക്ഷ്യമിടുന്നത്. ആഭ്യന്തര രാഷ്ട്രീയത്തെക്കാൾ സാമ്പത്തിക താൽപര്യങ്ങൾക്കും പ്രായോഗിക നയതന്ത്രത്തിനുമാണ് പുതിയ കനേഡിയൻ ഭരണകൂടം മുൻഗണന നൽകുന്നത്. 2025 മാർച്ചിൽ അധികാരമേറ്റ മാർക്ക് കാർണി കേവലം 10 മാസത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി 3 തവണ കൂടിക്കാഴ്ച നടത്തി. ഹൈക്കമ്മീഷണർമാരെ പുനഃസ്ഥാപിക്കാനും സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ സംബന്ധിച്ച ചർച്ചകൾ പുനരാരംഭിക്കാനും കാർണി മുൻകൈയെടുത്തു. ഇന്ത്യക്കെതിരെയുള്ള പഴയ ആരോപണങ്ങളിൽ നിന്ന് പിന്മാറിയ അദ്ദേഹം മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണയുടെ പൗരത്വം റദ്ദാക്കി ഇന്ത്യയുടെ വിശ്വാസം നേടിയെടുത്തു. തന്റെ ഇന്ത്യ സന്ദർശനത്തിൽ നിന്ന് പഞ്ചാബ് ഒഴിവാക്കിയതും കാർണിയുടെ ശ്രദ്ധേയമായ നീക്കമാണ്. കാനഡയിലെ ആഭ്യന്തര രാഷ്ട്രീയവും വോട്ട് ബാങ്ക് താൽപര്യങ്ങളും വിദേശ നയതന്ത്രത്തിൽ കലർത്താതിരിക്കാനാണ് അദ്ദേഹം ഇതിലൂടെ ശ്രമിക്കുന്നതെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇന്ത്യ സന്ദർശനം പൂർണ്ണമായും സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലാണ് എന്നാണ് അദ്ദേഹം ഈ നീക്കത്തിലൂടെ വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.